നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. കൺവെൻഷണൽ അഥവാ പരമ്പരാഗത പഠന രീതികൾ മാത്രം പിന്തുടരുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ പരമ്പരാഗത മാർഗം തന്നെയാണോ ഇപ്പോഴും തുടരുന്നത്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കാണണം. കാരണം വിദ്യാർത്ഥികളുടെ അക്കാഡമിക് പെർഫോമൻസ് ഉയർത്തുന്നതിന്, പഠന നിലവാരം കൂട്ടുന്നതിന് 11 ടിപ്സാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. വിദ്യാഭ്യാസം എന്ന മേഖല തന്നെ വലിയ ട്രാൻസിഷൻസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് എന്ന് പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ക്ലാസ് മുറികളിൽ നിന്നും വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ പുറത്തോട്ട് വന്ന് പുതിയ പഠന രീതികൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമ്മൾ ഇവിടെ പറയുന്ന ഈ രീതികൾ വളരെ ഫലപ്രദമാണ്. അതുപോലെ അക്കാഡമിക് പെർഫോമൻസ് ഉയർത്തുന്നതിന് വലിയ സാധ്യതകളുള്ള ടിപ്സ് കൂടിയാണ്. നമ്മൾ നേരെ ടിപ്സിലേക്ക് പോകുന്നു. ഒന്നാമത്തെ ടിപ്പ്, നെമോനിക്സ് എന്ന് കേട്ടിട്ടില്ലേ? ഉച്ചരിക്കുന്നത് നെമോനിക്സ് എന്നാണെങ്കിലും എഴുതുന്നത് MEMONICS എന്നാണ്. വിവരങ്ങൾ, ഇൻഫർമേഷൻ ഒരു വിഷ്വൽ ഇമേജ് കൊണ്ടോ ഒരു വാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു വാക്യം കൊണ്ടോ ഓർമ്മയിൽ വെക്കുവാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു മെമ്മറി ടെക്നിക്കാണത്. ഇത് വെർബലാകാം, വിഷ്വലാകാം. അതിൽ അക്രോണിംസ് ഉണ്ടാകാം, ചുരുക്കെഴുത്തുകൾ ഉണ്ടാകാം, റൈംസ് ഉണ്ടാകാം, കഥകൾ ഉണ്ടാകാം, വിഷ്വൽ ഇമേജറി ഉണ്ടാകാം. വളരെ പവർഫുള്ളായ ഒരു ടൂളാണ് നെമോനിക്സ്. ഈ ഒരു ടൂൾ നെമോനിക്സ് പാഠ്യവിഷയങ്ങളിലെ കീ കോൺസെപ്റ്റ്സ് അത് ഓർമ്മയിൽ വെക്കുവാൻ മാത്രമല്ല, പഠനം കൂടുതൽ എൻഗേജിങ്ങും രസകരവുമാക്കുന്നു. ഒരു പാഠ്യഭാഗത്തെ നിങ്ങളൊരു അക്രോണിം ആക്കിയാലും റൈം ആക്കിയാലും അത് ഓർമ്മയിൽ വെക്കുവാൻ വളരെ എളുപ്പമാണ്. അതിപ്പോൾ ഏതു പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്കായാലും ഏത് വിഷയമായാലും, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും. ഓർമ്മിക്കുന്നില്ലേ, വൈറ്റ് ലൈറ്റിൻ്റെ സ്പെക്ട്രത്തെ നമ്മൾ ഒരു അക്രോനിം ഉപയോഗിച്ച് പണ്ട് പഠിച്ചിരുന്നത്? വിബ്ജിയോർ. ഓർമ്മിക്കുന്നില്ലേ? അങ്ങനെ ഏതു പാഠഭാഗത്തെയും നമുക്ക് മാറ്റുവാൻ കഴിയും. ഇപ്പോൾ വിഷ്വൽ ഇമേജറിക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ റോസാ പാർക്സ്. അത് ഓർമ്മയിൽ വെക്കുവാൻ ഒരാൾ റോസാപ്പൂക്കൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു പാർക്കിൽ ഇരിക്കുന്നതായി നിങ്ങൾ സങ്കല്പിച്ചാൽ മതി. അതേപോലെ തന്നെയുള്ള മറ്റൊരു ടെക്നിക്കാണ് അക്രോസ്റ്റിക്സ്. ഒരു കാര്യം പൂർണ്ണമായും ഓർമ്മയിൽ വെക്കുവാൻ ആ കാര്യം എന്താണോ അതെല്ലാം കൊണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുന്നു. ഓർമ്മിക്കുന്നില്ലേ? സൗരയൂഥത്തിലെ 9 ഗ്രഹങ്ങളെ അതിൻ്റെ ഓർഡറിൽ ഓർമ്മയിൽ വെക്കുവാൻ പണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള മൈ വെരി എഡ്യൂക്കേറ്റഡ് മദർ ജസ്റ്റ് സെൻഡ് us 9 പിസ്സാസ്. ഓർമ്മിക്കുന്നില്ലേ? അതേപോലെ കോമ്പസിൻ്റെ പോയിൻറ്റ്സ് ഓർമ്മയിൽ വെക്കുവാൻ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുള്ള നെവർ ഈറ്റ് ഷ്രെഡഡ് വീറ്റ്. ഓർമ്മയില്ലേ? ഇനി രണ്ടാമത്തെ ടിപ്പ്, ഇന്നിപ്പോൾ മോഡേൺ ക്ലാസ് റൂമുകൾ ഡിജിറ്റലൈസ്ഡായി. കമ്പ്യൂട്ടറും ടാബും ലാപ്ടോപ്പും ഇതെല്ലാം ടൈപ്പിംഗ് സ്കിൽസ് വളർത്തും. അതിനിടയിൽ നമ്മൾ മറന്നുപോയ ഒന്നുണ്ട്, നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ്. ഒരു കാലത്ത് റൈറ്റിംഗ് സ്കിൽസ്, നല്ല കൈയക്ഷരം, നന്നായി എഴുതുക, ഇതെല്ലാം വളരെയധികം വിലമതിക്കപ്പെട്ട ഒന്നായിരുന്നു. ഇന്നത്തെ ഡിജിറ്റലൈസ്ഡ് ക്ലാസ് മുറികളിൽ നാം മറന്നുപോയ കൈയെഴുത്തിന് ഒട്ടേറെ പ്രയോജനങ്ങളുണ്ട്. ഒരു കോൺസെപ്റ്റ് അത് ശക്തിപ്പെടുത്തുവാനും പഠനം കൂടുതൽ ബലപ്പെടുത്തുവാനും അത് സഹായിക്കും. കൈകൊണ്ട് നോട്ട് എഴുതിയെടുക്കുന്നത്, അത് സമ്മറൈസ് ചെയ്യുന്നത്, പാരാഫ്രൈസ് ചെയ്യുന്നത് എല്ലാം പാഠഭാഗങ്ങൾ നന്നായി മനസ്സിലാക്കുവാനും അത് നിലനിർത്തുവാനും ഉപയുക്തമാകും. മൂന്നാമത്തെ ടിപ്പ്, മറ്റൊരാളെ പഠിപ്പിക്കുന്നത് നന്നായി പഠിക്കുന്നതിന് തുല്യമാണ്. ദ കൊളാബറേറ്റീവ് ഫൈൻമാൻ ടെക്നിക്ക്. എന്താണ് ഫൈൻമാൻ ടെക്നിക്ക്? ഒരു കോൺസെപ്റ്റ് ഒരു കുട്ടിയോടെന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണത്. ഇതിലെ കൊളാബറേറ്റീവ് ട്വിസ്റ്റ് യഥാർത്ഥത്തിൽ മറ്റൊരാളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. ഒരു വിഷയത്തെ സംബന്ധിക്കുന്ന നിങ്ങളുടെ അറിവിനെ അത് ക്ലിയർ ചെയ്യുകയും കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതുമായിരിക്കും. ഇത് ഒരു എക്സ്പേർട്ടിനോടാകണമെന്നില്ല, പകരം അത് ഒരു കൂട്ടുകാരനോടോ ഒരു കുടുംബാംഗത്തോടോ അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ഒരു ക്ലാസ്മേറ്റിനോടോ ആകാം. അങ്ങനെ വ്യക്തമായി എക്സ്പ്ലെയിൻ ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായിട്ടില്ല എന്നാണ്. നാലാമത്തെ ടിപ്പ്, സ്റ്റഡി ഇൻ ഡിഫറൻറ്റ് ലൊക്കേഷൻസ്. നമ്മുടെ ബ്രെയിനിനൊരു പ്രത്യേകതയുണ്ട്. ബ്രെയിൻ ചില പ്രത്യേക ജോലികളുമായി പ്രത്യേക ലൊക്കേഷനുകളെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലായ്പ്പോഴും ഒരേ സ്പോട്ടിൽ തന്നെ ഇരുന്ന് പഠിക്കുന്നത് ഒരു മെൻ്റൽ ഫറ്റീഗ് ഉണ്ടാക്കും. അത് നമ്മുടെ ഫോക്കസ് അഥവാ ശ്രദ്ധ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ലൈബ്രറി, പാർക്ക്, കോഫി ഷോപ്പ്, അങ്ങനെ എന്തും പരീക്ഷിക്കാം. അങ്ങനെ നിങ്ങൾ പഠന പരിസരം മാറ്റുമ്പോൾ അതിൽ ഒരു നോവൽറ്റി ഉണ്ടാകും. അത് നിങ്ങളുടെ ഓർമ്മയും ശ്രദ്ധയും വർദ്ധിപ്പിക്കും. ഇങ്ങനെ സീനറി തന്നെ മാറുമ്പോൾ പഠനം കൂടുതൽ രസകരവും
എൻഗേജിങ്ങും ആകും. അഞ്ചാമത്തെ ടിപ്പ്, റിവേഴ്സ് പഠനം എന്ന് കേട്ടിട്ടുണ്ടോ? അത് ആരെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? കൺവെൻഷണൽ രീതികളിൽ നിന്നും മാറിയുള്ള റിവേഴ്സ് പഠനം വിദ്യാർത്ഥികളെ അവരുടെ പഠന ഭാഗം മറ്റൊരു വ്യത്യസ്ത പേഴ്സ്പെക്റ്റീവിൽ കാണുവാൻ സഹായിക്കുന്നുണ്ട്. ഒരു ചാപ്റ്ററിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പഠിക്കുന്ന രീതി മാറ്റി ആദ്യം സമ്മറിയും അതിൻ്റെ കൺക്ലൂഷനും വായിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നീട് ആ അധ്യായത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കുമ്പോൾ അത് വിഷയത്തെ കുറച്ചുകൂടി അഗാധമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും വിദ്യാർത്ഥിയെ സഹായിക്കും. ഈ ഒരു റിവേഴ്സ് സ്റ്റഡി ടെക്നിക്ക് കോൺസെപ്റ്റിനുള്ളിലെ ലോജിക്കും അതിൻ്റെ കണക്ഷൻസും മെച്ചപ്പെടുത്തുവാനും വിദ്യാർത്ഥിയെ പ്രാപ്തനാക്കുന്നു. ആറാമത്തെ ടിപ്പ്, ലോക്കൈ മെത്തേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരു മെമ്മറി ടെക്നിക്കാണ്. പ്രാചീന ഗ്രീസിൽ നിന്നാണ് ഈ ഒരു മെത്തേഡ് ഉത്ഭവിച്ചത്. ഒരാൾക്കറിയാവുന്ന ഒരിടത്ത് അല്ലെങ്കിൽ വളരെ പരിചിതമായ ഒരു സ്പേസിലെ നിശ്ചിതമായ ലൊക്കേഷനുകളിൽ പീസസ് ഓഫ് ഇൻഫർമേഷൻ വെക്കുന്നതാണ് ഈ ഒരു മെത്തേഡ്. ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുക? വിദ്യാർത്ഥികൾ അവർ ഓർത്തെടുക്കേണ്ട വിവരങ്ങൾ, ഉദാഹരണത്തിന് അവരുടെ വീട്ടിൽ തന്നെ നിർദ്ദിഷ്ടമായ പല ഇടങ്ങളിലായി മനസ്സുകൊണ്ട് വെക്കുന്നു. പിന്നീട് ഈ വിവരങ്ങൾ ഓർമ്മിച്ചെടുക്കേണ്ട അവസരത്തിൽ അല്ലെങ്കിൽ ആ അവസരം വരുമ്പോൾ അവർക്ക് മനസ്സുകൊണ്ട് ഈ ഇടങ്ങളിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും. അങ്ങനെ ഈ ഇടങ്ങളിലൂടെ അവർ സഞ്ചരിക്കുമ്പോൾ ഓരോ ഇടങ്ങളിലായി അവർ കെട്ടിവെച്ചിരിക്കുന്ന ഓരോ ഇൻഫർമേഷനും അവർക്ക് റിട്രീവ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് വളരെ സക്സസ്ഫുൾ ആയി പരീക്ഷിച്ച ഒരു മെത്തേഡാണ്. ഏഴാമത്തെ ടിപ്പ്, പഠിക്കാനിരിക്കുമ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണ്? എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അത് ഡിസ്ട്രാക്റ്റിംഗ് തോട്ട്സ് ആണ്. ശ്രദ്ധ മാറ്റിക്കളയുന്ന ചിന്തകളാണത്. ഇത് അനിവാര്യമായ ഒരു സംഗതിയാണ്, ശരിയല്ലേ? ഇതിനെ നേരിടുവാൻ നമുക്കൊരു 2 മിനിറ്റ് റൂളുണ്ട്. ഈ ഒരു 2 മിനിറ്റ് റൂൾ നിങ്ങളുടെ പഠന സമയം അവതാളത്തിലാകാതിരിക്കുവാൻ നിങ്ങളെ തുണയ്ക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശ്രദ്ധ മാറ്റുന്ന ചിന്ത മനസ്സിലേക്ക് വന്നാൽ ഉടനെ തന്നെ അതിനെ ഒരു സെപ്പറേറ്റ് ഡിസ്ട്രാക്ഷൻ ലിസ്റ്റിലേക്ക് എഴുതുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ചിന്തയെ സൈഡ് ട്രാക്ക് ചെയ്യാതെ അക്നോളജ് ചെയ്യുന്നതായി വരും. ഒപ്പം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പറ്റും. പഠനത്തിന് ശേഷം ആ ലിസ്റ്റ് പരിശോധിക്കുക. ഇതിൻ്റെ മെച്ചം എന്താണ് എന്ന് വെച്ചാൽ ഈ ഒരു രീതി നമ്മുടെ മെൻ്റൽ ക്ലട്ടർ നീക്കം ചെയ്യുന്നു, ഒപ്പം കൂടുതൽ ഫോക്കസ്ഡ് ആകാനും നിങ്ങളെ സഹായിക്കുന്നു. എട്ടാമത്തെ ടിപ്പ്, സെഡൻഡറി അഥവാ നിശ്ചലമായ ഒരു സെഷൻ എപ്പോഴും തളർച്ചയ്ക്കും ആയാസത്തിനും കാരണമായേക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? മൂവ്മെൻറ്റ് ബ്രേക്സ് സെഷന് ഇടയിലേക്ക് കൊണ്ടുവരിക. പഠനത്തിന് ഇടയിലുള്ള ചെറിയ ഫിസിക്കൽ ആക്ടിവിറ്റി പോലും ശ്രദ്ധയും ഉണർവും ഉന്മേഷവും നൽകുന്നു. ഒരു 45 അല്ലെങ്കിൽ 60 മിനിറ്റിന് ഇടയിലുള്ള പഠന സമയത്ത് 5 അല്ലെങ്കിൽ 10 മിനിറ്റ് ഒരു ബ്രേക്ക് എടുത്ത് 4 റൗണ്ട് നടന്നു വരിക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. അങ്ങനെ ആ ഇടവേളകളിൽ യുക്തമെന്ന് തോന്നുന്ന ഏതു ലഘു വ്യായാമങ്ങളിലും ഏർപ്പെടുന്നത് വളരെ നല്ലതാണ്. ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കൂട്ടും, മാനസികമായുള്ള തളർച്ചയും ക്ഷീണവും കുറയും, കോഗ്നിറ്റീവ് ഫംഗ്ഷൻ അത് ഇരട്ടിക്കുകയും ചെയ്യും. 9ാമത്തെ ടിപ്പ്, മൈൻഡ് മാപ്പിംഗ് ആണ്. ക്രിയേറ്റീവായ അതേപോലെ വളരെ ശക്തമായതുമായ ഒരു പഠന ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ്. വ്യത്യസ്തങ്ങളായ ആശയങ്ങളെയും കോൺസെപ്റ്റുകളെയും തമ്മിലുള്ള ഒരു കണക്ഷൻ സ്ഥാപിച്ചെടുക്കുവാൻ ഈ ഒരു മെത്തേഡ് സഹായിക്കും. ഒരു സെൻട്രൽ ഐഡിയയിൽ നിന്നും ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന രീതിയിൽ അതിനോട് ബന്ധപ്പെടുത്താവുന്ന ചിന്തകളെയും സബ് ടോപ്പിക്സിനെയും അടയാളപ്പെടുത്തുക. അതിൽ നിന്നും ബ്രാഞ്ച് ഔട്ട് ചെയ്യുന്ന പുതിയ ടോപ്പിക്സ് കൊണ്ടുവരിക. ഇതിൽ പ്രാധാന്യമുള്ള ഭാഗങ്ങൾ കളർ ചെയ്യാം. ഹെറാർക്കി അനുസരിച്ച് പ്രാധാന്യമുള്ള ഭാഗങ്ങൾ സെൻട്രൽ ഐഡിയയോട് ചേർത്ത് വയ്ക്കാം. ഇവിടെ കീവേഡ്സ്, ഇമേജസ്, സിംബൽസ്, ക്രോസ് ലിങ്കേജസ് ഒക്കെ ഉപയോഗിക്കാം. ഇത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി സ്കിൽസ് നന്നായി കൂട്ടും. ബയോളജിയും ഹിസ്റ്ററിയും ഒക്കെ പഠിക്കുമ്പോൾ ഇത് വളരെ ഉപകാരപ്രദമാണ്. 10ാമത്തെ ടിപ്പ്, പഠനത്തെ നമുക്കൊരു ഗെയിമാക്കാം. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുവാൻ പോയിൻറ്റ്സ്, ചലഞ്ചസ്, റിവാർഡ്സ് ഇതുപോലെയുള്ള ഗെയിമിംഗ് കോൺസെപ്റ്റ്സ് പഠനത്തിലേക്ക് കൊണ്ടുവരാം. സ്വയം സ്റ്റഡി ഗോൾസ് ഉണ്ടാക്കുക. അതെത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ സ്വയം റിവാർഡ് ചെയ്യാം. പഠനത്തെ ഒരു ഗെയിം പോലെയാക്കിയാൽ അത് കൂടുതൽ രസകരമാകും, അതൊരു മോട്ടിവേഷനുമാകും. ഇനി 11ാമത്തെ ടിപ്പ്, ഒരു പാഠ്യഭാഗം വായിക്കുന്നതിന് മുൻപ് തന്നെ ആ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ മുൻ ധാരണകളെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനോടൊപ്പം പാഠ്യവിഷയത്തിൽ ഒരു ക്രിയേറ്റീവ് ഫ്രെയിം വർക്ക് രൂപപ്പെടുത്തുകയും ചെയ്യും. പിന്നീട് പാഠ്യഭാഗം വായിക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കിയ ചോദ്യങ്ങളുടെ ഉത്തരം വിദ്യാർത്ഥി തന്നെ കണ്ടെത്തുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ ആ അന്വേഷണത്തിന് മുൻപ് ഉണ്ടാക്കിയ ധാരണകളെയും അതിൻ്റെ ഉത്തരങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ബന്ധം
സ്ഥാപിച്ചെടുക്കുവാനും കഴിയും. ഇനിയുമുണ്ട് ചില ടിപ്സ് കൂടി. അധ്യാപകരുടെ കൂടി സഹായത്തോടുകൂടി എല്ലാ ആഴ്ചയും ക്ലാസ് മുറികളിൽ ഓരോ വിഷയത്തെ സംബന്ധിക്കുന്ന ക്വിസ് മത്സരങ്ങൾ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തന്നെ നടത്താം. അത് ക്വിസ് മാസ്റ്ററെയും ക്വിസിൽ പങ്കെടുക്കുന്നവരെയും കൂടുതൽ പ്രബുദ്ധരാക്കും. ഇത് തനിച്ച് വീട്ടിൽ തന്നെ ഇരുന്നും ചെയ്യാം. ഇനി അതുമാത്രമല്ല, നമുക്കറിയാം ക്രോസ് വേർഡ്സ് പസിൽസ് ഉണ്ടാക്കാം. ഒരു പാഠ്യഭാഗം എടുക്കുക, ആ പാഠ്യഭാഗത്തിൽ നിന്നും ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക. ആ ചോദ്യങ്ങൾ തന്നെ ഒരു ക്രോസ് വേർഡ് പസിൽ പോലെ ഉണ്ടാക്കി ആ ക്രോസ് വേർഡ്സ് ഫില്ല് ചെയ്യുവാൻ കുട്ടികൾക്കായിട്ട് തന്നെ കൊടുക്കാം. ഇതും വളരെ ഫലപ്രദമായ ഒരു രീതിയാണ്. ഇതൊക്കെയാണ് പരമ്പരാഗത പഠന രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ടിപ്സ്. നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളറിയുന്ന വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.